എന്റെ പോളിസി അതല്ല, ഞാൻ വളർന്നിട്ട് ബാക്കിയുള്ളവർ വളർത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കൂടെ ഉള്ളവർ ഒന്നിച്ച് വളരണമെന്നൊക്കെ തോന്നുന്ന മൈൻഡുള്ള നമ്മളെ പോലെയൊക്കെയുള്ള ആൾക്കാർ അല്ലേ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ തോന്നിയാലും നമ്മൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ്, നമുക്ക് പാരലൽ വേറൊരു ഇൻകം ഉള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഇത്രയും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഞാനിപ്പോൾ പൈസ വാങ്ങിക്കുന്ന ഡാൻസ് സ്കൂളുകൾ അവർ തെറ്റാണ് കാണിക്കുന്നതെന്നല്ല, കാരണം ഡാൻസ് പഠിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഓരോ ടീച്ചർമാരൊക്കെ അത്രയും പൈസ ഒക്കെ കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് റിട്ടേൺസ് വേണ്ടേ? ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തുന്നത് അത്ര ഈസി ഒന്നും അല്ല. അപ്പം നമുക്ക് ഇപ്പോൾ വേറെ പാരലൽ നമ്മളത് ചെയ്യുന്നത്, നമ്മൾ ഡാൻസ് സ്കൂൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കരം എന്നുള്ള വാക്കല്ല, വലുതായി പൈസ ചിലവാക്കിയിട്ടല്ല ഡാൻസ് സ്കൂൾ വയ്ക്കണം. ഡാൻസ് സ്കൂളിൽ കുറേ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഡാൻസ് സ്കൂൾ ഭയങ്കര ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ കാശും കൂടെ നമ്മൾ പ്രോഗ്രാംസിനോട് വെച്ചിരിക്കും. നമ്മളങ്ങനെ അത്രയും അത് എന്താ പറയുന്ന എക്സ്ട്രാ വേഗൻ്റ് ആയിട്ടൊന്നല്ലേ, അങ്ങനെ ചെയ്യാതെ നമ്മൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത്. പക്ഷെ അതൊരു നല്ല കാര്യമാണല്ലേ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും.